തൈര് ഒഴിച്ച് വയ്ക്കുന്ന ദിവസം രാവിലെ തന്നെ എനിക്ക് വന്നു കഴിഞ്ഞാൽ തൈര് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് കേട്ടോ ഭയങ്കര ആകാംക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അടുത്താണ് കട്ടത്തൈര് ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പോൾ എനിക്ക് നല്ല ഐസ്ക്രീം പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടത്തൈര് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ കുറച്ച് നടത്താമെന്ന് വിചാരിച്ചു. വെള്ളം പറ്റിയാലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു, കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഭംഗിയാക്കി കൊടുക്കും കേട്ടോ. പച്ചമഞ്ഞളാണെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി വെള്ളം തിളപ്പിക്കുന്നതിൽ ഇടാനായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് നന്നായിട്ട് കഴുകി സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വൃത്തിയാവാൻ. ഏട്ടൻ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് ഏട്ടനും രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം മാങ്ങ എല്ലാം കുറവാണ്. മാങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചക്കയും കൂടെ വേണമെന്ന്. അങ്ങനെ ചക്കയും കൂടി ഏട്ടൻ ഏണിയൊക്കെ വെച്ച് കയറി എൻ്റെ ഭാഗത്തിൽ ഒരെണ്ണം എനിക്ക് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ചക്കപ്പണി അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ചീതോട്ടൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ട് അവനെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ വേണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവന് ഒരുപോലെ കുറേ സമയം ഇരിക്കില്ല. പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കഴുകി വെച്ചത്. അത് ഞാൻ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങും കേട്ടോ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവർ കളിക്കുന്ന സമയം ഞാൻ വിചാരിച്ചു എന്നാൽ ചക്ക അപ്പുറത്തിരുന്ന് മുറിക്കാന്ന്. ചക്ക മുറിക്കണ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സൂര്യക്കുട്ട ഓടി വരും കേട്ടോ. അവന് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. കളി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ പൈപ്പിലുള്ള കുളി. രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് പൈപ്പിൽ നിന്ന് അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കും.